قال تعالى: يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. സൂറത്തുൽ മാഇദയിൽ 6-ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ കേട്ടത്. ആയത്തുൽ വുളു എന്നറിയപ്പെടുന്ന ഈ ആയത്തിൽ വുളുവിൻ്റെ 6 ഫർളുകളും കൃത്യമായി പറയുന്നുണ്ട്. 4 അവയവങ്ങളും അത് തർത്തീബിൽ തുടർച്ചയായിട്ട് തന്നെയാണ് കഴുകേണ്ടത് എന്നൊക്കെ അത് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫർളായ സുന്നത്തായ എല്ലാ നിസ്കാരങ്ങൾക്കും വുളു എടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം വുളു ഇല്ലാത്ത നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നമ്മളത് കൃത്യമായി തന്നെ പഠിക്കണം. അർക്കാനുൽ വുളു അല്ലെങ്കിൽ ഫറാഇൽ എന്നൊക്കെ അറിയപ്പെടുന്നത് വുളുവിൻ്റെ നിർബന്ധ കാര്യങ്ങളാണ്. അത് 6 ആകുന്നു. ഒന്നാമത്തേതാണ് ഗസ്ലുൽ വജ്ഹ്, മുഖം കഴുകുക എന്നുള്ളത്. അതിൽപ്പെട്ടതാണ് മൂക്കും വായയും. അത് കൃത്യമായി കഴുകണം. ഇനി അതിൻ്റെ പരിധി പറയുകയാണെങ്കിൽ 2 ചെവിക്കുറ്റികൾക്കിടയിലുള്ള ഭാഗം മുഴുവൻ കഴുകണം. അത് വീതി പറയുകയാണെങ്കിൽ. നീളം പറയുകയാണെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ മൻബത്തു ഷാർ, മുടി വളരുന്നത് തൊട്ട് താടിയുടെ ആ അറ്റം ഇവിടെ കാണിക്കുന്ന അത്രയും ഭാഗം കൃത്യമായി കഴുകണം. രണ്ടാമത്തത് ഗസ്ലുൽ യദൈനി മഅൽ മിർഫഖൈനി, കൈകൾ വിരലിൻ്റെ അറ്റം തൊട്ട് മുട്ട് വരെ കഴുകണം. കൃത്യമായി വെള്ളത്തിൽ മുട്ടിലൊക്കെ എത്തി എന്നുള്ളത് ഉറപ്പിച്ച് കൃത്യമായി നമ്മൾ കഴുകേണ്ടതുണ്ട്. അതാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തേത് മസ്ഹുർ റഅസ്, തല തടവുക എന്നുള്ളതാണ്. തലയുടെ ഭാഗം എങ്ങനെയാണ്? മുമ്പിലാ മുടി വളരുന്ന ആ ഭാഗം തൊട്ട് പെരടി മുടി ഉണ്ടാകുന്ന അത്രയും ഭാഗം അവിടെ നമ്മളതാണ് അതിൻ്റെ നീളം, അതെങ്ങനെ തടവേണ്ടത്. ഇനി ആ വീതിയിലെ ഭാഗമാണെങ്കിൽ നമ്മൾ മുടി ഉണ്ടാകുന്ന ഈ കാണിക്കുന്ന ആ ഭാഗവും ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് തടവിയാൽ മാത്രം മതി, കഴുകേണ്ടതില്ല. വിരലിൽ അല്പം വെള്ളം ഇങ്ങനെ ആക്കിയിട്ടൊന്ന് അതിലേക്കൂടി തടവി മുന്നോട്ട് പോയി പിന്നോട്ടേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതിയാകുന്നതാണ്. അതാണ് മൂന്നാമത്തേത്. ഇനി നാലാമത്തേത് അതാണ് ഗസ്ലു റിജ്ലൈനി ഇലൽ കഅബൈനി, 2 കാലുകളും കഴുകണം. എവിടെ വരെ കഴുകണം? ഇതാ ഇവിടെ വരെ, കഅബൈനി വരെ, നെരിയാണി വരെയാണ് കഴുകേണ്ടത്. അല്ലാതെ താഴെ ഭാഗം മാത്രം കഴുകിയാൽ പോരാ. അതിന് മുകളിലുള്ള ഭാഗമാണ് സാക്ക്, താഴെയുള്ളതിനാണ് ഖദം എന്ന് പറയുന്നത്, കാൽപാദം. അപ്പോൾ ഇത്രയും കൃത്യമായിട്ട് കഴുകണം. ഇത് തർത്തീബിൽ കഴുകുക എന്നുള്ളതാണ് 5-ാമത്തെ ഫർള്. ഈ ഭാഗങ്ങൾ കഴുകിയാൽ മാത്രം പോരാ, മറിച്ച് തർത്തീബിൽ. ഒന്നാമത് മുഖം, രണ്ടാമത് 2 കൈകൾ മുട്ടുൾപ്പെടെ, മൂന്നാമത് തല തടവണം, നാലാമത് കാല് കഴുകണം. ഇതൊന്നും തന്നെ തെറ്റിയിട്ട് ആദ്യം കാല് കഴുകുകയോ അല്ലെങ്കിൽ ആദ്യം തല തടവുകയോ ചെയ്തിട്ട് പിന്നെ ബാക്കി ചെയ്യാം എന്ന് വിചാരിച്ചാൽ ശരിയാവുകയില്ല. 6-ാമത്തെ ഫർള് എന്ന് പറയുന്നത് ഇതൊക്കെ തുടർച്ചയായിട്ട് ചെയ്യണം. അൽ മുവാലാത്തു ബൈനൽ അഅ്ളാ ഫി ഗസ്ലിഹ, അഥവാ ഒരു അവയവം കഴുകി ഒരു കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത അവയവം കഴുകുക എന്നുള്ളത് പാടില്ല. അപ്പോൾ നമ്മുടെ വുളു ശരിയാവുകയില്ല, മാറ്റി വുളു കൊടുക്കേണ്ടി വരും. ഇനി വുളു എടുക്കുന്ന സമയത്ത് എല്ലാ അവയവങ്ങളും ഒരു തവണ കഴുകലാണ് ഫർള്. ഏറ്റവും കുറഞ്ഞത് ഒരു തവണ കഴുകിയിരിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ വുളു ശരിയാവുകയുള്ളൂ. എന്നാൽ ഒന്നിനു പുറമെ നമ്മൾ 2 അല്ലെങ്കിൽ 3 തവണ ഒക്കെ കഴുകാറുണ്ട്. അത് സുന്നത്താണ്. ആരെങ്കിലും ഒരു തവണ വുളു എടുത്താൽ തന്നെ അവന് അത് മതിയായതാണ്, അതുകൊണ്ട് അവന് നിസ്കരിക്കാൻ സാധിക്കും. فعن ابن عباس رضي الله عنهما قال: توضأ النبي صلى الله عليه وسلم مرة مرة. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ തവണ ഓരോ തവണ ഓരോ അവയവങ്ങൾ കഴുകിയിട്ട് വുളു എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഈ 6 കാര്യങ്ങളും നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാലാണ് നമ്മുടെ വുളു ശരിയാവുകയുള്ളൂ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.